വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 8. യേശു മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് താണു വണങ്ങിക്കൊണ്ട് പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുൾ ചെയ്തു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. തക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. യേശു അവനോട് പറഞ്ഞു, നീ ഇത് ആരോടും പറയരുത്. പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ള കാഴ്ച ജനത്തിൻ്റെ സാക്ഷ്യത്തിനായി സമർപ്പിക്കുകയും ചെയ്യുക. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സിനെ ധ്യാനിക്കാം. വിശുദ്ധ ബൈബിൾ മുഴുവനും നമ്മെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്നത് ക്രിസ്തുവിൻ്റെ ജീവിതവും പ്രവൃത്തിയുമാണ്. പുതിയ നിയമ പുസ്തകത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും ക്രിസ്തുവിൻ്റെ ഹൃദയത്തെ നമുക്ക് കാണാൻ കഴിയും. യേശുവിൻ്റെ വാക്കിൽ, പ്രവൃത്തിയിൽ, സ്പർശനത്തിൽ അവനെ ആരെങ്കിലും തൊടുമ്പോഴും അവൻ ആരെയെങ്കിലും തൊടുമ്പോഴുമൊക്കെ ഹൃദയം കൊണ്ടുള്ള ഒരു സ്നേഹസ്പർശം അവർക്ക് അനുഭവവേദ്യമാവുകയാണ്. തിരുഹൃദയത്തിൻ്റെ ഈ വിശുദ്ധമായ മാസം ഒരർത്ഥത്തിൽ യേശു കുഷ്ഠരോഗിക്ക് നൽകുന്ന സൗഖ്യവും ഒരു ഹൃദയസ്പർശിയായ അനുഭവമാണ്. കുഷ്ഠരോഗിയായ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ യാചിക്കുന്നത് ഇപ്രകാരമാണ്, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു തൻ്റെ കൃപയുടെ കരം നീട്ടി അവനെ തൊട്ടുകൊണ്ട് പറയുന്നു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. ഇതാണ് നമ്മുടെ ദൈവം. ആരും തൊടാത്ത കുഷ്ഠരോഗിയെ സ്നേഹപൂർവ്വം തൊട്ടുകൊണ്ട് തൻ്റെ സൗഖ്യത്തിൻ്റെ ബലവും കൃപയും നൽകി അവന് ആശ്വാസം പകരുന്നവൻ, എല്ലാവരും അകറ്റി നിർത്തുന്നവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവന് പ്രത്യാശയും ജീവിതത്തിന് ആശ്വാസവും രോഗത്തിന് സൗഖ്യവും നൽകുന്നവൻ. ക്രിസ്തുവിൻ്റെ മനസ്സ് ഇനിയും നമ്മൾ കണ്ടെത്തിയിട്ടില്ല. സത്യത്തിൽ ഇതാണ് ക്രിസ്തു. അമ്മ തൊട്ട ശേഷം ആരും തൊടാത്തവനെ അവൻ സ്നേഹപൂർവ്വം തൊടുകയും സ്നേഹപൂർവ്വം ആലിംഗനം ചെയ്യുകയും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സൗഖ്യത്തിൻ്റെ ബലം നൽകുകയും ചെയ്തു. ക്രിസ്തുവിൻ്റെ ദൗത്യം ഒരർത്ഥത്തിൽ ഭൂമിയിൽ പൂർത്തീകരിക്കുന്നതും ഇപ്രകാരമാണല്ലോ. യേശുവിൻ്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം, കുഷ്ഠരോഗം ഏറ്റവും മാരകമായ രോഗമായിരുന്നു. കുഷ്ഠരോഗബാധിതരായ വ്യക്തികൾ സത്യത്തിൽ പാളയത്തിന് പുറത്താണ് താമസിക്കേണ്ടിയിരുന്നത്. ഒരുപക്ഷെ യേശുവിനെ കണ്ടെത്തുന്ന ഈ കുഷ്ഠരോഗി ആ യാത്രയിലായിരുന്നേക്കാം. ഒരുപക്ഷെ പിന്നീട് ഒരിക്കലും ഈ പാളയത്തിൽ നിന്ന് അവൻ സൗഖ്യം പ്രാപിച്ച് തിരികെ വരികയില്ല. അപ്രകാരം ജീവിതത്തിൻ്റെ അവസാന പ്രതീക്ഷ മാത്രമായി ക്രിസ്തുവിൻ്റെ അരികിലെത്തുമ്പോൾ ക്രിസ്തു അവനെ ചേർത്ത് പിടിക്കുന്നു. നിന്നെ സുഖപ്പെടുത്തുവാൻ മനസ്സുള്ള ക്രിസ്തുവിന് നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലും ഇടപെടുവാനും സുഖപ്പെടുത്തുവാനും സാധ്യമാകും. ക്രിസ്തുവിൻ്റെ സ്നേഹസ്പർശനമാണ് നമ്മെ ഇന്നത്തെ സുവിശേഷത്തിൽ അത്ഭുതപ്പെടുത്തുന്നത്. പഴയ നിയമ പുസ്തകത്തിൽ കുഷ്ഠരോഗി ആരാണെന്നും അവൻ എങ്ങനെ ആയിരിക്കണമെന്നും അവൻ എത്ര അകലം പാലിച്ച് നിൽക്കേണ്ടവനാണെന്നും അവൻ സ്വയം പറയേണ്ട വാക്ക് അശുദ്ധൻ അശുദ്ധൻ എന്നാണെന്നും അവൻ മേൽ ചുണ്ട് മറച്ച് കീറിയ വസ്ത്രം ധരിച്ച് അകന്ന് നിൽക്കുകയും പാളയത്തിന് പുറത്തേക്ക് ഓടി അകലുകയും ചെയ്യണമെന്നും ആരെയും സ്പർശിക്കുവാനോ അവനെ ആരെങ്കിലും സ്പർശിച്ചാൽ 7 ദിവസം അവർ അശുദ്ധനായിരിക്കുമെന്നും നമ്മൾ ലേവിയയുടെ പുസ്തകത്തിൽ ആവർത്തിച്ച് വായിക്കുന്നുണ്ട്. എന്നാൽ ഈ നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് യേശുവിൻ്റെ അരികിൽ വരുന്നവനെ യേശു കാരുണ്യപൂർവ്വം തൊട്ട് സുഖപ്പെടുത്തുന്നു. ക്രിസ്തുവിൻ്റെ മനസ്സിലേക്ക് വളരാൻ നമ്മെയും ഈ ദിനം സമർപ്പിക്കാം. നമ്മൾ ബാഹ്യമായി ശുദ്ധിയുള്ളവരാണ്. ആന്തരികമായി ശുദ്ധി നേടാൻ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നമുക്കും യാചിക്കാം. കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെയും ശുദ്ധനാക്കാൻ കഴിയും. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.